അപ്രതീക്ഷിതമായിരുന്നു പോലീസിന്റെ നീക്കം. ഹോളി ആഘോഷങ്ങൾക്കും DJ പാർട്ടിക്കുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ. പോലീസിന്റെ ഒരു ടീം ഹോസ്റ്റൽ ഗേറ്റ് വളഞ്ഞപ്പോൾ മറ്റൊരു സംഘം ഏണിവെച്ച് ടെറസ് വഴി അകത്ത് കടന്നു. എവിടെയാണ് കഞ്ചാവ് ഉള്ളതെന്ന് പോലീസിന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. ചെറിയ അളവിൽ കഞ്ചാവ് മാത്രമാണ് പോലീസ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ താഴത്തെ നിലയിലെ G2 മുറി പരിശോധിച്ചപ്പോൾ തന്നെ പോലീസ് ഞെട്ടി. 2 കിലോയോളം കഞ്ചാവ്, കഞ്ചാവ് പൊടിക്കാനുള്ള യന്ത്രം, പൊതിയാനുള്ള പ്ലാസ്റ്റിക് കവറുകൾ, തൂക്കാൻ ഇലക്ട്രിക് ത്രാസ്. ചില്ലറ വിൽപ്പനയ്ക്കുള്ള പാക്കിംഗ് ആണ് മുറിക്കുള്ളിൽ നടന്നിരുന്നത്. 3ാം വർഷ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥി M ആകാശാണ് മുറിയിലുണ്ടായിരുന്നത്. ഇയാളെ കൈയോടെ പൊക്കി. മുകളിലെ നിലയിലെ മുറിയിലെത്തിയപ്പോഴാണ് SFI നേതാവും പോളി യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ R അഭിരാജും ഹരിപ്പാട് സ്വദേശി ആദിത്യനും പിടിയിലാകുന്നത്. ഇവരുടെ മുറിയിലെ മേശയ്ക്കുള്ളിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവാണ് കിട്ടിയത്. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. പൊടിക്കുന്ന ഒരു ചെറിയ മെഷീൻ ഉണ്ട്, ക്രഷർ എന്ന് പറഞ്ഞ്. അതിൽ പൊടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ സിപ്ലോ കവറിലാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെക്കോർഡിംഗ് ആണ്. കുറഞ്ഞ അളവിൽ മാത്രം കഞ്ചാവ് കിട്ടിയതിനാൽ അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടു. ആകാശിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയെന്നാണ് വിവരം. ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരിക്കെതിരെ ജാഗ്രത പുലർത്തിയിരുന്നതാണെന്ന് പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ഹോളി ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിയിട്ട് തന്നെ ആയിരിക്കാം അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇപ്പം ഞങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു 6 മാസം, നിങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന 6 മാസമായിട്ട് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുക. ലഹരി കേസിൽ അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളെയും പോളിടെക്നിക്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണവും അധികൃതർ പ്രഖ്യാപിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.